പട്ടികള് അവരെന്താ ക്യൂട്ട് കപ്പിളാണല്ലേ. എത്ര ക്യൂട്ട് കപ്പിളാണല്ലേ അവര്. അതന്നെ, ശരിക്കും വീഗന്ധർവനാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇത് കാണുമ്പോഴാണ് അറിയണത്. അതന്നെ, വാ നമുക്ക് ബാക്കി കാണാം. എനിക്ക് അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണം. വാ കാണാം. നീ ഗന്ധർവനല്ലേ? അങ്ങനെയാണല്ലോ എന്നെ കൊറിയ കൊണ്ടുപോകും. അതിനെന്താ, ഇവിടെ നിന്ന് പറന്നു പോണോ മാഞ്ഞു പോണോ? നമുക്ക് ഫ്ലൈറ്റിന് പോകാം. ഓക്കെ. അല്ല, എന്തിനാ കൊറിയയിൽ പോണത്? എനിക്ക് BTS കാണണം. അവരെന്താ അടിപൊളിയാണെന്ന്. കൊണ്ടാവാ. നിന്റെ സന്തോഷമല്ലേ എന്റെ സന്തോഷം. വായോ. ഇപ്പോഴോ? പിന്നല്ലാണ്ട്. ചെല്ല്, പോയി ഒരുങ്ങ്. ജിസോനെ ജാക്സന്റെ അടുത്ത് ഏൽപ്പിച്ചോ. ഞാൻ ജിന്നിങ്ങിനോടും പറയാം അവളെ നോക്കാൻ. ജിസോ എന്താടാ? ഞാനും വീയും കൊറിയക്ക് പോണ്. നിന്നെ ജാക്സനെ ജിന്നിങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടാ. കൊറിയയിൽ കാണാനും വരണ്ട എന്നെ കൊണ്ടോടെ പട്ടി. പൊടി നിന്നെ ജാക്സനോട് കൊണ്ടുപോകാൻ പറ. ഓ വലിയ പുള്ളി. അല്ല, പൈസ എവിടുന്ന്? വി എടുക്കും. വീക്ക് എവിടുന്ന്? വീക്ക് അവന്റെ ഡാഡി കൊടുക്കും. ചോദിക്കാൻ വിട്ടു വീടെ ഫാമിലിനെ കുറിച്ച്. അവന്റെ വീട് എവിടെയാണ്? അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്താണ്? അത് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. നിനക്ക് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ വാടി, നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ടടാ, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഞാൻ കട്ടുറുമ്പാവുന്നില്ലേ. ഓടി, നീ എന്നെ സഹായിക്ക് പാക്ക് ചെയ്യാൻ. ആടാ പോട്ടടി. ആടാ വേഗം പോയിട്ടോ കേട്ടാ. സേഫ് ആയിട്ട് ഇരിക്കട്ടാ. എന്താ പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിക്കട്ടാ. ആടാ പോയി വേഗം വരാട്ടാ. ആടാ ബൈ. ആടാ നീ വന്നാ? വായോ പോകാം. കൊറേ നേരമായി വന്നിട്ട്. ഇല്ലടാ, നീ വല്ലതും കഴിച്ചാ? ഇല്ല, വേഗം പോന്നു. വായോ, എന്തേലും വാങ്ങിച്ചരാ. വേണ്ടടാ, വിശപ്പില്ല. വിശക്കുന്നുണ്ടേ പറയട്ടാ. എനിക്ക് ദാഹിക്കുന്നുണ്ട്. ആണോ? എന്താ കുടിക്കാൻ വേണ്ടത്? ബനാന മിൽക്ക്. വായോ പോകാം, ഫ്ലൈറ്റിന് സമയമായി. ഇനി എവിടെ പോണം കുക്കി? വാ, നമുക്ക് വെറുതെ നടക്കാം ഈ സ്ട്രീറ്റിലൂടെ. വായോ. ഹലോ ക്യൂട്ട് ബോയ്. എന്താടാ? വേണ്ട. എന്താടാ? നിന്നല്ലല്ല, ഇവനെന്റെ ബോയ് ഫ്രണ്ടാടാ. ആണോ? അതിന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പറയും. നീ എന്ത് ചെയ്യും? വേണേൽ ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് ആക്കും. നീ എന്ത് ചെയ്യും? ഹേ മിസ്റ്റർ, നിങ്ങളൊന്ന് പോയേ. ഇല്ലേ, നീ എന്ത് ചെയ്യും? ഡേയ് വേണ്ട, നമുക്ക് പോകാം. നീ എന്തായി കാണിച്ചത്? ഹേ വി, നീ നിയമങ്ങൾ തെറ്റിച്ചിരിക്കുന്നു. നീ ഒരു പാപം ചെയ്തിരിക്കുന്നു. നീ ഒരു മനുഷ്യനെ കൊന്നിരിക്കുന്നു. മൈലോഡ്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. എന്റെ കുക്കിയെ അയാൾ കയറി പിടിക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ. പ്ലീസ് വിയെ വെറുതെ വിടണം. നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ശിക്ഷ അതനുഭവിച്ചേ മതിയാകും. പ്ലീസ് കനിവുണ്ടാവണം. എന്തെങ്കിലും ഒരു പരിഹാരം പ്ലീസ്. ഉണ്ടാവില്ലേ? പ്ലീസ്. ഉണ്ട്. വിയുടെ ഗന്ധർവസ്ഥാനം പോയി അവൻ സാധാരണ മനുഷ്യരിലേക്കാവുക. പക്ഷേ പകരം നീ മരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ബി, കാരണം ഒരു ജീവൻ നിങ്ങൾ കാരണം പോയി കഴിഞ്ഞു. മൈലോഡ് പ്ലീസ്, ഞാൻ എന്ത് ശിക്ഷ വേണമെന്ന് സ്വീകരിച്ചോളാം. അവനെ വെറുതെ വിട്ടേക്ക്. ഇല്ല വി, നിന്നെ വിട്ട് ഞാൻ പോകില്ല. ഞാൻ കാരണമല്ല നിനക്ക് ഈ അവസ്ഥ വന്നത്. നിങ്ങളുടെ പ്രണയം എത്രമാത്രം ദൃഢമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ നിസ്സഹായനാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കൽ നിങ്ങൾക്കൊന്നിക്കാം. എന്താണ് ലോഡ് ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ കുറച്ച് ത്യാഗം ചെയ്യേണ്ടി വരും. എന്താണ് ലോഡ് ഞങ്ങൾ ചെയ്യേണ്ടത്? വി കുക്കി, ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ കുറച്ച് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നിക്കാം. തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങളുടെ പ്രണയത്തിന്റെ അടയാളങ്ങൾ എടുക്കുക. അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കണം. അവ എന്താണ് നിങ്ങളിൽ? ഞങ്ങളുടെ റിങ്സ്. അതെ മൈലോഡ്. ശരി, അത് നിങ്ങളെ ഒന്നിപ്പിക്കാൻ സഹായിക്കും. ബി, നിന്നെ ഞാൻ ഗന്ധർവനിൽ നിന്ന് മനുഷ്യനിലേക്ക് മാറ്റും. നിങ്ങൾ രണ്ടുപേരും പ്രാണത്യാഗം ചെയ്യണം. ഒന്നിച്ചല്ല, അകന്ന്. പക്ഷെ നിങ്ങളുടെ റിങ്സ് ഒരുമിച്ച് ആരെങ്കിലും ഒരാൾ അവ മറ്റു രണ്ടുപേർക്ക് കിട്ടുന്ന വിധത്തിൽ ഉപേക്ഷിക്കുക.
അത് ഏത് കപ്പിൾ ആവാൻ നിശ്ചയിച്ചവർക്ക് കിട്ടുന്നുവോ അവർ മുഖാന്തരം നിങ്ങൾക്ക് ഒന്നിക്കാം. ആ വഴി എന്താണെന്ന് അവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അതിനായി ഒരാളുടെ പക്കൽ നീ വി ഈ ഡയറി ഏൽപ്പിക്കുക. നിനക്ക് വിശ്വാസമുള്ള ഒരാളുടെ. എനിക്ക് വിശ്വാസമുള്ളവൻ ജിന്നിൻ. വി അവൻ നിന്നെ സഹായിക്കാൻ ഞാൻ അയച്ചതാണ്. നീ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ അവന് നിലനിൽപ്പില്ല, അവനും നശിച്ചു പോകുന്നതാണ്. ജാക്സനെ ഏൽപ്പിക്കാം. വേണ്ട കുക്കി, നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല നമുക്ക് വി. നീ ചെല്ലു. കുക്കി, നമ്മളുടെ സ്നേഹം ദൃഢമല്ലേ, നമുക്ക് വേഗം ഒന്നിക്കാം. നിങ്ങൾ എന്റെ ഈ പരിഹാരം സ്വീകരിച്ചിരിക്കുന്നു. ജങ്കുക്ക്, നിനക്ക് മരണം സ്വീകരിക്കാം. വി നീ ഡയറി ഏൽപ്പിച്ച ശേഷം മനുഷ്യനായി മാറുന്നതാണ്. തിരിച്ച് ഇവിടെ വരുന്ന ആ നിമിഷം ശേഷം നിങ്ങളുടെ അടയാളങ്ങളുമായി നിനക്കും മരണം സ്വീകരിക്കാം. നമുക്ക് വേഗം ഒന്നിക്കാം വി. ജാക്സനെ കാണുമ്പോൾ അവളെ നന്നായി നോക്കാൻ പറയണേടാ. എന്റെ ആകെയുള്ള പെങ്ങളാണ്, അവളെ വിഷമിപ്പിക്കരുതെന്ന് പറയണേ. പറയാം കുക്കി. ജാക്സൺ, നീ എന്നോട് ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. ഡയറി നീ സൂക്ഷിക്കുക. ഞങ്ങളുടെ അടയാളങ്ങളുമായി 2 പേർ വരും. അവരെ നീ ഇതേൽപ്പിക്കുക. പിന്നെ ജിസോ, അവളെ നീ നന്നായി നോക്കണേട്ടാടാ. ആടെ പക്ഷേ എനിക്ക് പോണം. നിങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളല്ലേ, ദ ടൂറിങ്സ്. നിങ്ങൾ ഞങ്ങളെ വേഗം ഒന്നിപ്പിക്കണേ.